ഇപ്പോൾ അത്യാവശ്യമായി ട്രെയിനിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇപ്പോൾ ഓൺലൈനായി മാത്രമാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. എന്നാൽ ഓൺലൈൻ ആയിട്ട് ബുക്ക് ചെയ്യാൻ നമ്മൾ ഏതെങ്കിലും ഓൺലൈൻ സേവാ കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ അധിക ചാർജ് ഈടാക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. എന്നാൽ നമ്മുടെ മൊബൈലിൽ തന്നെ IRCTC അതായത് ഇന്ത്യൻ റെയിൽവേയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ സ്വന്തമായി ഏത് സമയത്തും ട്രെയിൻ ടിക്കറ്റ് നോക്കുന്നതിനും ട്രെയിൻ ടിക്കറ്റിൻ്റെ എത്ര അവൈലബിൾ ആണ് തുടങ്ങിയ കാര്യങ്ങൾ അറിയുന്നതിനും എല്ലാ കാര്യത്തിനും സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ നമ്മുടെ മൊബൈലിൽ IRCTC അതായത് ഇന്ത്യൻ റെയിൽവേയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയെന്ന്, അതിനുശേഷം ആക്ടിവേഷൻ ചെയ്യുന്നതും ഉപയോഗിക്കേണ്ട വിധം എങ്ങനെയാണെന്നുമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ സെർച്ച് ബാറിൽ IRCTC എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ IRCTCയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ ഇങ്ങനെ എത്താൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 13 MB ആണ് IRCTC എന്ന് പറയുന്ന ഇന്ത്യൻ റെയിൽവേയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ഫയൽ സൈസ് വരുന്നത്. വളരെ വേഗത്തിൽ തന്നെ ഇൻസ്റ്റാൾ ആവുന്നതാണ്. അതിനുശേഷം നമുക്കിവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ് കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്നതാണ്. അതിനുശേഷം ഓപ്പൺ എന്ന് പറയുന്ന ഏറ്റവും താഴെയുള്ള വലത് സൈഡുള്ള ഓപ്പൺ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ഒരു അലർട്ട് കാണാം, അവിടെ ഓക്കെ അടിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസോടെ IRCTC ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഏത് ട്രെയിൻ വേണമെങ്കിലും സെർച്ച് ചെയ്ത് നോക്കാം, അതിൽ ടിക്കറ്റ് എത്ര അവൈലബിൾ ആണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമുക്ക് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുവഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നമുക്ക് ഒരു ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓക്കെ അടിക്കുക. അപ്പോൾ നമുക്ക് എവിടെയാണോ പോകേണ്ടത് അവിടത്തേക്കുള്ള ട്രെയിൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ സെർച്ച് ട്രെയിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അതുപോലെ മുകളിൽ നമ്മൾ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് എവിടത്തേക്കാണോ പോകേണ്ടത് അത് നമ്മളവിടെ ആ സ്ഥലത്തിൻ്റെ പേര്, അതായത് റെയിൽവേ സ്റ്റേഷനുള്ള സ്ഥലത്തിൻ്റെ പേര് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെർച്ച് കൊടുക്കുക. നമ്മൾ എവിടത്തേക്കാണോ പോകേണ്ടത് അത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടത്തേക്ക് എത്ര ട്രെയിനുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ വളരെ വിശദമായി തന്നെ കാണാം. അതിലേതെങ്കിലും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതിൽ നമുക്കവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഏത് ടിക്കറ്റാണ്. എന്നിട്ട് ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഏതൊക്കെ ദിവസം ഏതൊക്കെ ടിക്കറ്റാണ്, എത്ര ടിക്കറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്കിതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനവിടെ ഇവിടെ രജിസ്റ്റർ യൂസർ എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 2-3 സ്റ്റെപ്പ് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ IRCTC അതായത് ഇന്ത്യൻ റെയിൽവേയിൽ ആപ്ലിക്കേഷൻ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ആദ്യം രജിസ്റ്റർ നൗ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ പുതിയൊരു വിൻഡോ നമുക്ക് തുറന്നു വരുന്നത് കാണാൻ സാധിക്കും. ഇവിടെ യൂസർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് നമുക്ക് കാണാം. ആദ്യമായി നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ശരിയായ എപ്പോഴും ഉപയോഗിക്കുന്ന SMS ഒക്കെ വരുന്ന ഒരു മൊബൈൽ നമ്പർ ആയിരിക്കണം അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ പെർമനൻ്റ് ആയിട്ടുള്ള ഇമെയിൽ ID, അതായത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഇമെയിൽ ID നമ്മളവിടെ മൊബൈൽ നമ്പറിന് താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു യൂസർ നെയിം സെറ്റ് ചെയ്യുക. യൂസർ നെയിം സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതായത് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന, അതായത് നമുക്ക് എപ്പോഴും യൂസർ നെയിം ഉപയോഗിച്ചാണ് നമുക്ക് ഏതൊരു ഡിവൈസിൽ നിന്നും നമുക്ക് IRCTCയുടെ വെബ്സൈറ്റിലേക്കോ അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷനോ കയറാൻ സാധിക്കുന്നത്. അതുകൊണ്ട് യൂസർ നെയിം മറന്നു പോകാതെ നമ്മൾ ഓർത്ത് വയ്ക്കുന്ന ഒരു യൂസർ നെയിം നമ്മളോട് ടൈപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ അത് കിട്ടുന്നില്ല എങ്കിൽ നമുക്കിങ്ങനെ റെഡിൽ കാണാം. അത് മാറ്റിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു അക്ഷരം മാറ്റിയോ നമ്മൾ മറ്റൊരു യൂസർ നെയിമോ നമ്മൾ ടൈപ്പ് ചെയ്ത് നമുക്ക് അവൈലബിളായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു യൂസർ നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം.
യൂസർ നെയിം നമുക്ക് ലഭിക്കാതെ വരുന്നത് മറ്റൊരാൾ ഈ ഒരു പേരിൽ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ മാറ്റി മാറ്റി നോക്കുക. എനിക്കൊരു യൂസർ നെയിം ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. പാസ്വേഡ് നമ്മൾ എപ്പോഴും ഓർക്കുക, മിനിമം 8 ക്യാരക്ടർ ഉണ്ടായിരിക്കണം. അതുപോലെ നല്ലൊരു സ്ട്രോങ് ആയിരിക്കണം. അതായത് അക്ഷരങ്ങളും അക്കങ്ങളും ചേർന്ന ഒരു പാസ്വേഡ് ആയിരിക്കണം നമ്മളവിടെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ആ പാസ്വേഡ് നമ്മൾ അതേപോലെ തൊട്ട് താഴെ കൺഫേം പാസ്വേഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം അതിന് തൊട്ട് താഴെ നമുക്ക് ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് സെക്കൻഡ് നെയിം എന്ന് പറഞ്ഞ് കാണാം. ഇവിടെ ഫസ്റ്റ് നെയിം എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മുടെ യഥാർത്ഥ പേര് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ ആധാറിലോ ID കാർഡിലോ ഒക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉള്ള പേര് നമ്മളവിടെ അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രണ്ട് പേരുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് നെയിം എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ വേണ്ട. അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് നമ്മുടെ ജനിച്ച മാസം, വർഷം, തീയതി തുടങ്ങിയെല്ലാം നമുക്കവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം ഓക്കെ അടിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ സെലക്റ്റായി വരുന്നത് കാണാൻ സാധിക്കും. അതിന് തൊട്ട് താഴെ നാഷണാലിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇന്ത്യ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മൾ മറ്റൊരു രാജ്യത്തുള്ള ആളാണെങ്കിൽ മറ്റൊരു രാജ്യം സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ സെലക്ട് സീക്രട്ട് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു വരും. അതായത് നമ്മൾ പാസ്വേഡോ യൂസർ നെയിം മറന്നുപോയാൽ നമുക്ക് തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇവിടെ വാട്ട് ഈസ് യുവർ പെറ്റ് നെയിം, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ ആൻസർ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് പാസ്വേഡൊക്കെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഒരു സീക്രട്ട് ക്വസ്റ്റ്യൻ അവർ ചോദിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയറായിട്ട് പാസ്വേഡ് ഓപ്പൺ ആയി വരുന്നതാണ്. അതിനുശേഷം നമ്മളൊരു ഗവൺമെൻറ് എംപ്ലോയി ആണോ അതോ നമ്മൾ എന്താണ്, നമ്മൾ ബിസിനസ് ആണോ, അത് നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ മാരീഡ് ആണോ അല്ലയോ തുടങ്ങിയ കാര്യങ്ങൾ അവിടെ ചോദിക്കുന്നുണ്ട്, അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റെഡ് ബട്ടൺ കാണാം, അതിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അടുത്തൊരു വിൻഡോ വരും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്ഥിരമായ മേൽവിലാസം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ ആധാറിലോ അല്ലെങ്കിൽ ID കാർഡിലോ ഏതിലെങ്കിലും ഉള്ള ഒരു മേൽവിലാസം നമ്മളവിടെ ക്ലിയറായിട്ട് എഴുതുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് തൊട്ട് താഴെ ഒരു ടിക്ക് മാർക്ക് കാണും, കോപ്പി, അതിൽ ടിക്ക് കൊടുക്കുക. നമ്മുടെ ഓരോ ലൈനിലും ഓരോ പേര്, സ്ട്രീറ്റ് തുടങ്ങിയ കാര്യങ്ങളും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സെലക്ട് കൺട്രി എന്ന് പറഞ്ഞുണ്ടാവും, രാജ്യം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെ നമ്മുടെ സ്റ്റേറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെലക്ട് സിറ്റി. അതിനുശേഷം ഏറ്റവും താഴെയുള്ള രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, റെഡ് ബട്ടണിൽ രജിസ്റ്റർ, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഒരു ഇമേജ് അവിടെ വരുന്നതായിരിക്കും. ഈ രജിസ്റ്റർ നൗ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു ഇമേജ് വരും. അതൊരു ക്യാപ്ച കോഡാണ്. ശരിക്കും നമ്മളൊരു മനുഷ്യനാണ്, കമ്പ്യൂട്ടറിലാന്ന് തെളിയിക്കുന്നത്. അതിലിവിടെ ട്രാഫിക് ലൈറ്റ് ഏതെങ്കിലും ഒരു പേര് കാണും. അത് ഏതൊക്കെയാണ് ഈ ചിത്രത്തിലുള്ളതെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനിടയിൽ പരസ്യം എന്തെങ്കിലും വരുന്നത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ കൺഗ്രാജുലേഷൻ, നമ്മൾ രജിസ്റ്റർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ്. അവിടെ ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോൾ ഉപയോഗിച്ച യൂസർ നെയിം, പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് നമ്മൾ ലോഗിൻ ചെയ്യുക. നമുക്കൊരു മെസ്സേജ് അപ്പോഴത്തേക്കും വന്നിട്ടുണ്ടാവും. അതായത് നമുക്ക് ആക്ടിവേഷൻ ചെയ്യുന്നതിനുള്ള ഒരു വൺ ടൈം പാസ്വേഡാണ് അവിടെ വന്നിട്ടുള്ളത്. ആ മെസ്സേജ് നമുക്കവിടെ കാണാം. അതുപോലെ നമ്മുടെ ഇമെയിൽ ID-യിലേക്കും ഒരു ആക്ടിവേഷൻ കോഡ് വന്നിട്ടുണ്ടാവും. നമുക്ക് ഈ ആക്ടിവേഷൻ കോഡ് നമ്മൾ ഏതെങ്കിലും ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ഇമെയിൽ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ഇമെയിലും IRCTCയുടെ ഒരു ആക്ടിവേഷൻ കോഡ് വന്നിട്ടുണ്ടാവും. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അത് നമ്മൾ എഴുതി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം വന്നതുപോലെ നമ്മുടെ IRCTC ആപ്ലിക്കേഷൻ മൊബൈലിൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്തപ്പോൾ ഉപയോഗിച്ച യൂസർ നെയിമും
പാസ്വേഡും നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് തൊട്ട് താഴെ ഒരു ക്യാപ്ച കോഡുണ്ട്. ആ ക്യാപ്ച കോഡ് നമ്മൾ അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് ടൈം ലോഗിൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആക്ടിവേഷൻ ചെയ്യുന്നതിനുള്ള ഒരു വിൻഡോ ആണ് തുറന്നു വരുന്നത്. അതായത് വെരിഫിക്കേഷൻ ചെയ്യുന്നതിനും ആക്ടിവേഷൻ ചെയ്യുന്നതിനും, അതായത് നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യുന്നതിനാണ്. നമുക്കവിടെ നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ കാണാൻ സാധിക്കും. അതിന് തൊട്ട് താഴെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു OTP നമ്മുടെ ഫോണിൽ വരും. അത് നമ്മളവിടെ ഓർമ്മിച്ച് വയ്ക്കുക. അതിനുശേഷം അത് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ നമ്മുടെ ഇമെയിൽ ID കാണാം. ആ ഇമെയിൽ IDയിൽ വെരിഫൈ ഇമെയിൽ ID എന്ന് പറഞ്ഞ് കാണും. ആ ഇമെയിൽ IDയിൽ നമ്മുടെ ഇമെയിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഒന്ന് എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ ID ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് കാണാം, നമുക്കവിടെ ഒരു മെയിൽ വന്നിട്ടുണ്ടാവും. ആ മെയിലിൽ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ കാണാം യുവർ ഇമെയിൽ ID വെരിഫിക്കേഷൻ OTP കോഡ് ഈസ് എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ വരും. ആ നമ്പർ നമ്മളവിടെ കോപ്പി ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ പേപ്പറിൽ എഴുതി വെച്ചതിന് ശേഷം നമ്മുടെ IRCTC ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ബാക്ക് ബട്ടൺ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആദ്യം തന്നെ നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അതെല്ലാം നേരത്തെ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ വീണ്ടും നമുക്കൊന്നേന്ന് യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇത്തരത്തിൽ നമ്മൾ വീണ്ടും ഒന്നേന്ന് ലോഗിൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഴുതി വയ്ക്കുക. വീണ്ടും തുറന്നു വരിക. നമുക്ക് കാണാം നമ്മുടെ ആദ്യം നമ്മൾ എഴുതി വെച്ച മൊബൈൽ വന്ന വൺ ടൈം പാസ്വേഡ് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇമെയിൽ IDയിൽ ഒരു OTP വന്നത് കണ്ടു. ആ OTP നമ്മൾ അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ യൂസർ എന്ന് പറഞ്ഞ് ഒരു റെഡ് ബട്ടൺ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാം കൺഗ്രാജുലേഷൻ, നമ്മുടെ വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ എല്ലാ രീതിയിലും ഉപയോഗിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഇനി നമുക്ക് യൂസർ നെയിമും പാസ്വേഡും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്, അതായത് ഒരു പിൻ സെറ്റ് ചെയ്യണം. നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ക്യാപ്ച കോഡ് കൂടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളെപ്പോഴും ഉപയോഗിക്കുമ്പോൾ ഈ ക്യാപ്ച കോഡ് ഉപയോഗിക്കേണ്ടി വരും. അതിനുശേഷം ലോഗിൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി വരുന്നത് ഒരു പിന്നാണ്. അതായത് നമ്മളൊരു ATM കാർഡിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഒരു 4 അക്ക പിൻ കൂടെ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് മൊബൈലിൽ ഈ 4 പിൻ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യാൻ സാധിക്കും വളരെ വേഗത്തിൽ. അതിന് വേണ്ടിയിട്ടാണ് നമുക്കിവിടെ ഒരു പിൻ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ക്രിയേറ്റ് പിൻ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. നമുക്ക് ATM കാർഡിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ 4 അക്ക പിൻ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. വീണ്ടും നമ്മൾ അതേപോലെ രണ്ടാമതും ആ പിൻ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ പിൻ ഓർമ്മിച്ച് വയ്ക്കുക. നമുക്ക് മൊബൈലിൽ എപ്പോഴും ഇത് വെച്ച് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമുക്ക് കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് IRCTCയുടെ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിക്കണം. മൊബൈലിൽ എപ്പോഴും ഓപ്പൺ ചെയ്യാൻ ഈ പിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പിൻ മാത്രം ഉപയോഗിച്ചാൽ മതിയാവും. ഇനി നമുക്കിവിടെ നിരവധി ഓപ്ഷൻസുകൾ കാണാം. പ്ലാൻ മൈ ജേണി, മൈ ബുക്കിംഗ്, PNR എൻക്വയറി, ക്യാൻസൽ ടിക്കറ്റ്, കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അതുവഴി നമുക്ക് പ്ലാൻ മൈ ജേണി കൊടുക്കാം. നമുക്ക് മൈ ബുക്കിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മൾ ഏതെങ്കിലും ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അതുപോലെ PNR എൻക്വയറി ആണെങ്കിൽ മറ്റൊരാൾ ബുക്ക് ചെയ്ത ഇത് വെച്ചിട്ട് വേണമെങ്കിൽ അതിലെ PNR നമ്പർ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ടിക്കറ്റ് കാണാൻ സാധിക്കും. ഇനി ഏറ്റവും താഴെ വലത് സൈഡ് മൈ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മുടെ പ്രൊഫൈൽ കാണാം. നമുക്കവിടെ ഫോട്ടോയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ നമുക്ക് ലോയൽറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് IRCTC SBIയുടെ ക്രെഡിറ്റ് കാർഡൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുക്കുന്നതിന് കുറേയധികം ഡിസ്കൗണ്ടുകൾ ലഭിക്കുന്നതായിരിക്കും. കുറേയധികം കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നിങ്ങൾ നോക്കുക, എല്ലാ കാര്യങ്ങളും നോക്കുക. മറ്റൊരു വീഡിയോയിൽ എങ്ങനെയാണ് ട്രെയിൻ ടിക്കറ്റ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ടിക്കറ്റ് എടുക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും.
ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഉപയോഗിക്കുന്നു. ട്രെയിൻ യാത്ര ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ആപ്ലിക്കേഷൻ ഉപകാരപ്പെടുന്നതായിരിക്കും. ഈ ആപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അതിനുള്ള മറുപടി നൽകുന്നതായിരിക്കും. എങ്ങനെയാണ് ആപ്ലിക്കേഷൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവർക്ക് ലഭിക്കുന്നതിനായി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക.